കൊണ്ട് തന്നെ 107-ാമത്തെ സങ്കീർത്തനം, Psalms 107, and we're going to read it from verses 28 through 43. 107-ാമത്തെ സങ്കീർത്തനം അതിന്റെ 28 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി നാം വായിക്കാൻ പോവുകയാണ്. Psalms 107. We're going to read it in responsively from verses 28 onwards through 43. And we will read verses 43 together. 43-ാമത്തെ അവസാനത്തെ വാക്യം നമ്മൾ ഒരുമിച്ച് വായിക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടെ പറയുന്നു, 107-ാമത്തെ സങ്കീർത്തനം 28 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വായിക്കുന്നു. Psalms 107 verses 28 onwards. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു, അവരാഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. അവർ ജനത്തിന്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ. നീരുറവുകളെ വരണ്ട നിലവും ഫലപ്രദമായ ഭൂമിയെ ഉവർനിലവും ആക്കി. വിശന്നവരെ അവൻ അവിടെ പാർപ്പിച്ചു. അവർ പാർക്കുവാൻ പട്ടണമുണ്ടാക്കുകയും അവൻ അനുഗ്രഹിച്ചിട്ട് അവർ അത്യന്തം പെരുകി. അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകുവാൻ അവൻ ഇടവരുത്തിയില്ല. അവൻ പ്രഭുക്കന്മാരുടെ മേൽ നിന്ന് പകരുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉഴലുമാറാക്കുകയും ചെയ്യുന്നു. നേരുള്ളവർ ഇത് കണ്ട് സന്തോഷിക്കും, നീതി കെട്ടവരൊക്കെയും വായി പൊത്തും. ജ്ഞാനമുള്ളവരവേ ശ്രദ്ധിക്കും, അവരെ യഹോവയുടെ കൃപകളെ ചിന്തിക്കും. ഇന്ന് രാത്രിയിൽ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവ് നമുക്ക് ചെയ്ത കൃപകളെ ഓർത്ത് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവർക്ക് ശാന്തത നൽകി, ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഇന്ന് രാത്രിയിലും നമ്മെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന്റെ കൃപകളെ ഒന്നൊന്നായി വർണ്ണിപ്പാൻ ഭാഗ്യം ലഭിച്ച എല്ലാ ദൈവജനവും ഇന്ന് രാത്രിയിൽ കർത്താവിനും മഹത്വം കൊടുത്താട്ടെ, ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അവന്റെ കൃപകളെ പാടുവാൻ കഴിയുന്നവർ അല്പനിമിഷം കൂടെ അതരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എണ്ണത്തിൽ ഒന്നുപോലും കുറഞ്ഞു പോകാതെ വേണ്ട ദൈവം നിർത്തിയത് കൊണ്ട്, നിലനിർത്തിയത് കൊണ്ട് അവൻ ഇന്ന് രാത്രി അവന്റെ കൃപകളെ ഒന്ന് ചിന്തിപ്പാൻ, അവന്റെ കൃപകൾക്ക് ഇന്ന് രാത്രി നന്ദി പറയുവാൻ. Thank you Lord Jesus. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. അങ്ങയുടെ കൃപകളെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ കൃപയിൽ കർത്താവേ വീണ്ടും അങ്ങയുടെ കരത്തിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വിശ്വസ്തതയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Please be seated. തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹത്തിനായി അസൈൻ ചെയ്ത പ്രിയപ്പെട്ടവർ ആമേൻ ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. Thank you Lord Jesus. Hallelujah. 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 Gracious Heavenly Father, thank you, Father God, for just letting us, Father God, come here together in one accord. Lord, you say, Father God, as we, Father God, worship, Father, we finish worshiping, Father God, for this last year. Lord, you say, Father God, I pray, Lord, you said, Father God, that you just continue to lead us and guide us, Lord, you said, into this new year. Lord, you said, I pray, Lord, you said, as we go over, Lord, you said, Father God, all our testimonies, Father God, that we, Father God, it shows, Lord, you said, how much you, Father God, you've worked in our life this past year. Lord, you said, Father God, wherever we were, whether it's at work, Lord, you said, Father God, whoever we are with, thank you, Father God, for just being with us, Lord, you said, and everything, Lord, you said, Father God, I pray, Lord, you said, Father God,
we just give you all the glory and the honor and the thanks, Lord Jesus. I pray, Lord Jesus, Father God, for everyone in this world, Father God, who has yet to know you, Lord Jesus, Father God. I pray, Lord Jesus, Father God, that in this new year, Father God, that you give them, Lord Jesus, Father God, just an eternal, Lord Jesus, Father God, awakening, Lord Jesus, Father God, so where they can come back to you, Lord Jesus, as the song says, I'm coming back to the heart of worship, Father God, where it's all about you, Lord Jesus. Father God, we're sorry for all the things that we made, Father God. So we pray, Lord Jesus, Father God, for these people's eyes to be open, Lord Jesus, Father God, into this new year, Lord Jesus. Work through your servants, Lord Jesus, Father God. Work through us, Lord Jesus, that we may, Father God, touch at least one person's lives, Lord Jesus, to going into this new year, Father God. For your second coming is closer than ever, Father God. We pray, Lord Jesus, Father God, that you just, Father God, you're just around everyone, Lord Jesus, Father God, in this day, Lord Jesus, Father God. You just be with everyone, Lord Jesus, both spiritually, Lord Jesus, Father God, and everything, Lord Jesus. I pray, Lord Jesus, Father God, that you just put everything into your hands and mind, just I pray. Amen, amen. Hallelujah, hallelujah, hallelujah. Thank you, Lord Jesus. Hallelujah, hallelujah, hallelujah. നന്ദി കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Hallelujah. Heavenly Father, we thank thee for this wonderful moment. Heavenly Father, as we come to the end of 2024, we reflect upon the presence of the Holy Spirit, which was with us from January 1st, 24 to December 31st, 24. The blessed Comforter which you sent to us, Lord, to abide with us forever. It was not by might nor by power, but by thy Spirit, Father, that we crossed the Red Sea, overcame Jordan, and overcame the powers of darkness, and came to this point, Father. Above all, blessed Father, we thank you for the Holy Spirit. When we could not pray, and all we could do is cry, you prayed through us. Amen. When we did not know what to speak, when we were brought before kings and authorities, you spoke through us, Father. Hallelujah. When we were weak and we were suffering and we were sick, Thank and you, we were crying Lord in your Jesus. presence, Heavenly Father, Jehovah Jireh, you were our healer, Lord. In all situations, when the enemy came to encamp against us, oh Holy Spirit, you manifested your power. Thank you, and Lord the rivers Jesus. of living water went like a flood and overpowered the enemy. You were the river of the water of life in our Thank you, presence, Jesus. Father. Hallelujah. You went before us. And when there was lack of safety for us and our children, you were a wall of fire around us. Heavenly Father, if we have 1,000,000 tongues to sing, we do not know we'll be able to thank thee enough. Mi atwara shakti prabodhana shaprabodhana shepravadana urava shapriyam pruvadana kapriyana. Father, Son, and Holy Ghost, we thank you. When we were sinners, you died for us, shed your blood. You have completed everything for us. Help us to praise you, and with praise and worship, enter into the new year, 2025. Yes, Lord. We thank you, Jesus. We fall down prostrate and kiss thy feet, Father, and worship thee, Father, and cast our crowns before thy throne. For thou art worthy. Thou art worthy to receive honor and glory, riches and blessing. We belong to thee, and you belong to us, and we are one by the blood of Jesus and the power of the Holy Ghost. Bless the worship, bless thy servant, Lord. Speak to us through the songs and the testimonies. Strengthen us and help us to go forward with the power of the Lion of the tribe of Judah into 2025. For in Jesus' name we pray, Heavenly Father. Amen, amen, amen. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവിന്റെ പാദപീഠത്തിൽ പ്രത്യേകാൽ 2024 ഈ ലാസ്റ്റ് മൊമെന്റിലേക്ക്, ലാസ്റ്റ് അവേഴ്സിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ന്യൂ ഇയർ സർവീസ് ഒരു ചടങ്ങ് പോലെ നടത്തുന്ന ഒന്നല്ല, ഇതൊരു ചടങ്ങല്ല. We are coming into the presence of the Lord. We started this year from here. 2024 പ്രാരംഭം ആദ്യം നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങി സ്തോത്രം ചെയ്ത് നമ്മുടെ ലൈഫ് നമ്മൾ തുടങ്ങി. 2024 ലാസ്റ്റ് മൊമെന്റിൽ കർത്താവ് നമ്മളെ ഒന്നിനും കുറവ് വരാതെ വേണം ദൈവം നമ്മളെ ഇവിടെ കൊണ്ട് നിർത്തി. പ്രൈസ് ദി ലോർഡ്. നാം വീണ്ടും ദൈവത്തിന് നന്ദി പറയുക. We're going to give all the glory and honor to the Lord, and we are asking at the same time, we are asking the Lord to guide our ways and to step and help us to step into a new year
That is why we are here tonight. അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിപ്പാനും ഒന്നിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനുമാണ് നാം ഇന്ന് രാത്രിയിൽ കൂടി വന്നിരിക്കുന്നത്. I'm not going to take much time for the Psalms exhortation. Praise the Lord. I will be giving time for the testimony until 11:55. So that after from 11:55 onwards we can pray, and with praising the Lord we're going to welcome and enter into a new year, and that is what I'm hoping and praying and relying upon the Spirit of the Lord. So വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. I extend my greetings to everyone, those who are here, and if anybody, those who are watching us through live, and thank you for joining with us. May the Lord bless us. And this Psalms 107, the psalm is starting with that one word, give thanks to the Lord. That is why we are here tonight. We are giving thanks to the Lord for He is good, His loving kindness is everlasting. അവന്റെ ദയ എന്നേക്കും ഉള്ളതാണ് എന്നുള്ളതാണ് സംഗീതക്കാരൻ പറയുന്നത്. 28ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ from 23 verses 23 onwards, from 23 through 28, that we can see the God's hand of deliverance in a stormy world. കൊടുങ്കാറ്റുള്ള ഒരു ലോകത്തിൽ കാറ്റുകളും കോളുകളും തിരമാലകളും ആഞ്ഞടിക്കുന്ന ഒരു ലോകത്തിൽ ദൈവത്തിന്റെ കരുതലിന്റെ കരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു ഭാഗമാണ് 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. We could say, or you could say it is a sailor's prayer. Have you ever been a sailor or sail in a sea? I don't know if I haven't. But if you travel, I have heard and I have seen, there will be unexpected storms that will hit your ship, right? Oftentimes they won't. If they don't pray in any time, definitely they will often pray in the time of storm. As the ship sails and move forward, they probably won't be praying. They probably won't be giving thanks to the Lord. But definitely, whenever there is a storm come, all the sailors, all the mariners, they will seek the face of the Lord. They will cry because they are afraid of death. Death is in front of them, so they will worry, they will fear, and they will cry out for help. You can see the same story in the book of Jonah that you can see. That ship, with Jonah, they were started sailing, and the word of God says on the way, there was a storm against that ship. They were worried about it, right? Jonah chapter 1 verses 5. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ all the sailors were afraid. കപ്പലുള്ളവർ കപ്പൽക്കാർ മുഴുവനും ഭയപ്പെട്ടു. They were all afraid. Book of Jonah chapter 1 verses 5. All the sailors were afraid, and each cried out to his own God. അവരവരുടെ ദേവന്മാരോട് അവര് നിലവിളിക്കാൻ തുടങ്ങി. Praise the Lord. And you can see, and they throw the cargoes into the sea to lighten the ship. But Jonah had gone below the deck, and where he lay down and fell into a deep sleep. Praise the Lord. 2024, there were a lot of storms that came in our life. The sailors are just, giving us an example. Were we able to pray and seek the face of the Lord when there were storms in our life? Or we were like Jonah, who were sleeping below the deck? Praise the Lord. ഈ ലാസ്റ്റ് മൊമെന്റിൽ നാം ചിന്തിക്കേണ്ടതാ, സ്റ്റോംസ് വന്നപ്പോൾ നാം ദൈവത്തോട് നിലവിളിച്ചോ അതോ നാം യോനയെ പോലെ അടിത്തട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു? എന്തു തന്നെയാണെങ്കിലും കർത്താവ് നമ്മോട് കരുണ കാണിച്ചത് കൊണ്ട് ഇല്ലേ? Praise the Lord. There was somebody who prayed behind us. There was somebody who prayed for us, and that is why there were no storms that destroyed our life. Amen. കൊടുങ്കാറ്റൊന്നും നമ്മുടെ കപ്പലിനെ തകർത്ത് കളയാഞ്ഞതിന്റെ കാര്യം ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാ. ഇന്ന് രാത്രി അതുകൊണ്ട് കർത്താവിന് നന്ദി പറയണോ? പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക്, ദൈവസഭയ്ക്ക്, പ്രിയപ്പെട്ടവർക്ക് ഇന്ന് രാത്രി അവരെ ഒന്ന് ഓർത്തൊന്ന് സ്തോത്രം ചെയ്യണോ? അതിലുപരിയായി അവന്റെ ദയ മാറാത്തത് കൊണ്ട്, His loving kindness is everlasting and is not, never changing, and that is why we are. The only way to bring the storm down is to completely get rid of the sin. Amen. Praise the Lord.
The storm hit the ship, and until they throw Jonah away from the ship, there were storms. Let me tell you, the only way to bring down the storms in our life is to get rid of the sin. Only God can bring calmness in the midst of the storm. Amen. കൊടുങ്കാറ്റിന്റെ നടുവിൽ ശാന്തത നൽകുവാൻ എൻ്റെ കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. You know the story where the disciples were traveling and there were storms and there were wind. They waked up Jesus and Jesus said, "Hush, be still." And within his word, all the storms, they calmed down. Hallelujah. What have you done in your storm life? Where you had gone below the deck sleeping, or you were calling, you were seeking the face of the Lord. Look at that. The verses says in verses 28, it says, they cried to the Lord in their trouble, and he brought them out of their distress, and he caused the storm to calm. 29th വാക്യം കണ്ടോ, verses 29. It was God who calmed the storms. ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രത്തോടു കൂടെ പറയുവാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ കൊടുങ്കാറ്റിനെയും ശാന്തമാക്കിയത് എൻ്റെ കർത്താവ് ഒന്ന് മാത്രമാണ്, എൻ്റെ കഴിവോ എൻ്റെ ബലമോ ഒന്നുമല്ല. It was God who calmed the storms in my life. Praise the Lord. Look at that. These mariners were better than many of our Christians. And I was thinking, these mariners, those who call and seek the face of the Lord, they are better than many of our Christians. They cried out to the Lord for deliverance. Even though they were not satisfied to throw Jonah in the sea, because they were saying, God, please forgive us. We don't want to throw Jonah outside the ship, but to calm the storm down, we want to, throw Jonah, out of the ship. Many times we have to, we don't like to throw the things which give pleasure in this world. We don't want to throw that out from our ship. പലപ്പോഴും നമുക്ക് സന്തോഷം നൽകിയ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ പിടിച്ച് നാം നിന്നു. അതിനെ എറിഞ്ഞു കളയാൻ പലപ്പോഴും നമുക്ക് വാണിംഗ് ലഭിച്ചിട്ടും നമ്മൾ പലപ്പോഴും ഇതിനെ എന്ത് ചെയ്തു? പിടിച്ചുകൊണ്ട് നടന്നു. Praise the Lord. But I thank the Lord for the loving kindness, of God, Jesus, hallelujah, that was everlasting. But many are still holding the sin and doesn't want to say goodbye to certain sin. We are still, but let me tell you, until you get rid of the sin, there will be storms in the life. Praise the Lord. Hallelujah. പക്ഷെ ദൈവത്തിന്റെ കരുതലൊന്ന് നോക്കിക്കേ, ജോന വെള്ളത്തിൽ വീണപ്പോൾ there were a big fish that he captured him, right? It is very impossible for a man to be, survive inside of a fish for 3 days. Praise the Lord. But Jonah survived inside the belly of the fish because look at that, hallelujah. He cried out to the Lord. He said, Master, forgive me. God, forgive me. I disobeyed you. I will go back to your command. I will follow your commandment. And look at that. The impossible thing become possible. Even Jonah offended God. Right? Are you with me? He offended God. But still look at God, he was faithful. Praise the Lord. ദൈവത്തെ പലപ്പോഴും കോപിപ്പിച്ചിട്ടും പലപ്പോഴും പാപം ചെയ്തിട്ടും ദൈവത്തിൽ നിന്ന് അകന്ന് ഓടിയപ്പോഴും അവനെ കൊന്നുകളയാതെ അവനെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുവാൻ ഒരു മത്സ്യത്തെ പറഞ്ഞാക്കി യോനയെ എത്തിച്ചപ്പോൾ, അതുപോലെ ഇന്ന് രാത്രിയിലും നമ്മോട് കരുണ കാണിച്ചത് കൊണ്ടല്ലേ എത്ര പ്രാവശ്യം ദൈവത്തോട് നാം മറുതലിച്ചു നിന്നു, എത്ര പ്രാവശ്യം ദൈവത്തിന്റെ വഴിയിൽ നിന്ന് അകന്നുപോയി, എത്ര പ്രാവശ്യം we disobeyed God. But I thank the Lord for the everlasting kindness. If you are happy, come and raise your hand and give glory to God and say, thank you, Jesus, for your everlasting loving kindness. Praise the Lord. അതുകൊണ്ട് മുടിഞ്ഞു പോകാതെ ഇന്ന് രാത്രിയിലും നാം ദൈവസന്നിധിയിൽ വന്ന് 2024 നമ്മെ പോലെ നമ്മേക്കാൾ യോഗ്യന്മാരും ഭക്തന്മാരും കഴിവുള്ളവരും പലരും ലോകത്ത് നിന്നും മാറ്റപ്പെട്ടു പോയപ്പോൾ അല്ലേ ദൈവം നമ്മോട് കരുണ കാണിച്ച് ഒരു ദിവസം കൂടെ തന്നതുകൊണ്ട്, ഒരു വർഷം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. Verses 31 it says, let us give thanks to the Lord for his unfailing love and his wonderful deeds for mankind. അല്ലേ? എങ്ങനെ പറഞ്ഞ 31 മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി എന്ത് ചെയ്യണം?
ഇന്ന് രാത്രിയിൽ ആ മനുഷ്യപുത്രൻ എന്നുള്ള ആ ഭാഗത്തിൽ ആമേൻ ഇന്ന് രാത്രി എൻ്റെ പേര് നമ്മുടെ ഓരോരുത്തരുടെയും പേരിടണം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. സിബിനോട് കാണിച്ച കരുണയെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ട് പറയണം, എന്നോട് കാണിച്ച ദൈവത്തിന്റെ ദയക്ക് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യും. Number 2, God's hand of provision in a changing world. Number 2, God's hand, verses 33 through 40. You can see there's a lot of variations. ഇല്ലേ, 33 മുതലുള്ള വാക്യങ്ങൾ നോക്കി. സമയം പോകുന്നത് എനിക്കറിയാം. Verse 33 on, നിവാസികളുടെ ദുഷ്ടത നിമിത്തം അവൻ നദികളെയും മരുഭൂമിയെയും നീരുറവുകളെ വരണ്ട നിലവും ഫലപ്രദമായ ഭൂമിയെ ഉവർനിലവുമാക്കി. He turned everything upside down. There's a reason there says there, because of the wickedness of those who dwell in it, rivers turn into wilderness, water spring turn into dry land, fruitful land into barrenness. And താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ അത് വീണ്ടും upside down മറിയുക. Amen. Praise the Lord. Amen. Those who were with the wilderness, there were rivers. Amen. The dry lands, there were water springs. Amen. The land which was barren, and there were fruitful. Look at that. Man is not in control. Praise the Lord. Nothing in this world which is in control. And you can see and read and understand from that word. Only God's hand. Praise the Lord. Only God is a sovereign God. Whatever things change ups and down. ഇല്ലേ, 2024 എന്തെല്ലാം കാര്യങ്ങൾ നനച്ചിരിക്കാതെ നാഴികയിൽ മാറി മറിഞ്ഞു. ഇല്ലേ, ജോലി പോയവരുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൊമോഷൻ കിട്ടാത്തവരുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്തെല്ലാം കാര്യങ്ങൾ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. അതെല്ലാം മാറി മറിഞ്ഞപ്പോൾ ആമേൻ, God's hand of provision was there in this changing world. കർത്താവിന്റെ കരത്തിന് മാറ്റം വന്നില്ല. And the last verse, verses 43, God's hand of hope in the ending world. God's hand of hope. കാര്യം എന്താ വാക്യം പറയുന്നത് കേട്ടോ. Who is wise, let him give heed to these things and consider the loving kindness of the Lord. ദൈവത്തിന്റെ ദയ, അവന്റെ കൃപകളെ കുറിച്ച് ചിന്തിച്ചാൽ അത് നമുക്ക് പ്രത്യാശ നൽകുന്നതാ. ഇന്ന് രാത്രിയിലും കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് രാത്രിയിൽ പറയാം, ദൈവത്തിന്റെ കൃപ എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കൊരു പ്രത്യാശയുണ്ട്. ലോകം കഴിയും, കാലം കഴിയും, നാളുകൾ തീരും, എന്നാൽ ദൈവത്തിന്റെ കൃപ എന്നേക്കും എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് കാലങ്ങൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും എന്റെ ദൈവത്തിന് മാറ്റം വരുന്നില്ല, അവന്റെ കരത്തിന് മാറ്റം വരുന്നില്ല, അവന്റെ സാന്നിധ്യത്തിന് മാറ്റം വരുന്നില്ല. That is our confidence. And with this confidence, as we sang the song, നമ്മൾ പാടിയതുപോലെ നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നത് കൊണ്ട് ജയഘോഷം മുഴക്കി പുതുവർഷത്തിലേക്ക് നടത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. Past is a place of reference. It is not a place of residence. Amen. Past is a place for reference. You can learn everything. It is not a place of residence. You have to move forward, think and consider the loving kindness of the Lord, and look back and change and things that what needs to be changed. Throw away the sins, what we need to throw away from our ship, and let us consider the loving kindness of the Lord. Let us ask the Lord, God, guide my ways. ഇല്ലേ, പുറത്തു കളയേണ്ടത് ചരക്കുകളെ മുഴുവനും പുറത്തു കളഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പണമുള്ള ഹൃദയത്തോടെ നാം ആയിരുന്നാൽ കർത്താവ് നമ്മെ വഴി നടത്തുവാൻ വിശ്വസ്തന. കരങ്ങൾ ഉയർത്തി ഇന്ന് രാത്രി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമേ. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. God's hand of deliverance in the stormy world, God's hand of provision in the changing world, God's hand of hope in this ending world. നാളുകൾ കാലങ്ങൾ കഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുന്നില്ല, അവന്റെ സ്നേഹത്തിന് മാറ്റം വരുന്നില്ല. ആ കർത്താവ് നമ്മെ നടത്തുവാൻ വിശ്വസ്തനത്രേ. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. തുടർന്നുള്ള സമയം ഞാൻ ടെസ്റ്റിമണിക്ക് ഞാൻ നൽകുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഫാമിലി ആയിട്ട് നിങ്ങൾ എഴുന്നേൽക്കുകയാണെങ്കിൽ you can use your time
if you don't want to share your testimony, that's okay. One person from your family, that is fine, but you will get 6 minutes. 6 minute നിങ്ങൾക്ക് ഒരു ഫാമിലിക്ക് ഉണ്ട്. 6 മിനിറ്റ് ഒരു ഫാമിലിക്ക് ഉണ്ട്. അങ്ങനെ ചെയ്താൽ എല്ലാ ഫാമിലീസിനും നമുക്ക് ടെസ്റ്റിമണി പറയാൻ കഴിയും. 11:55 ആകുമ്പം നമുക്ക് സ്തോത്രം ഈ മീറ്റിംഗ് അല്ലെങ്കിൽ ഇത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തിട്ട് പുതുവർഷത്തിലേക്ക് ഉള്ള സർവീസിലേക്ക് നമുക്ക് കയറാം. അതിന് പുതുവർഷത്തിൽ നമ്മൾ സ്തോത്രം ചെയ്ത് എൻ്റർ ചെയ്തതിനു ശേഷം I will give a short message and we will have a Lord's Supper and we will pray and conclude by 12:30. That is what I'm hoping. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്കുള്ള സമയം ഇവിടെ Hannah, would you able to do the timer? Yes, that will be helpful for every family. Do you want me to call the family name? That will be helpful, I believe.